പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഓ ദ്വീപികാരുണ്യനാഥ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുമേലും കർത്താവായ ഈശോയെ, ദീപികാരുണ്യനാഥ, നിൻ്റെ സമാധാനം വർഷിക്കണമേ. ഈശോയെ, നീ നൽകുന്ന സമാധാനം എല്ലാ മനസ്സുകളെയും അന്ധകാരങ്ങളെയും അതിജീവിക്കുന്ന ഒന്നാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സമാധാനത്തിൻ്റെ രാജകുമാര, എൻ്റെ സങ്കേതവും കോട്ടയുമായവനെ, അവിടെ നിൻ്റെ കൂടെയുണ്ടല്ലോ. ദിവ്യകാരുണ്യമായി എൻ്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, സമാധാനത്തിൻ്റെ ഒരു പുണ്യപ്രഭാതത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ സമാധാനം നിറയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകം നൽകുന്ന സമാധാനമല്ല, അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനം അത് പരിപൂർണമായി നൽകണമേ. ആകുലതകളാലും ഭയങ്ങളാലും ഞങ്ങളുടെ മനസ്സുകൾ വിങ്ങിയിരിക്കുകയാണ്, വേദനിക്കുകയാണ്. അങ്ങയുടെ തിരു സാന്നിധ്യത്തിൽ ശാന്തമായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, ദീപികാരുണ്യനാഥ, ധാരാളം ചിന്തകൾ, ധാരാളം വേദനകൾ, ധാരാളം ആകുലതകൾ ഞങ്ങളുടെ ജീവിതത്തെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു സമാധാനത്തിൻ്റെ ജീവിതമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കർത്താവെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈശോയെ, ദിവ്യകാരുണ്യനാഥ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൻ്റെ അഭിഷേകം നൽകണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ഭയപ്പെടുകയും വേണ്ട. കർത്താവ്, ഈ വചനത്തിൻ്റെ അഭിഷേകം സമർത്ഥമായി നൽകണമേ. എൻ്റെ മേൽ ചൊരിയണമേ. കർത്താവെ, സാധിക്കുന്നില്ല. ഹൃദയം അസ്വസ്ഥമാണ്, പലതിനെയും ഓർത്തും ഭയപ്പെടുകയാണ്. ആകുലതകളാണ്. മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, സുഹൃത്തുക്കളെ ഓർത്ത്, അയൽക്കാരെ ഓർത്ത്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെ ഓർത്ത്, നാളത്തെ ദിവസത്തെ ഓർത്ത്, ഇങ്ങനെ ഹൃദയം മുഴുവനും അസ്വസ്ഥമാവുകയാണ്. ഭയപ്പെടേണ്ട എന്ന് കർത്താവെ നീ പറഞ്ഞാലും ഞങ്ങളുടെ ഹൃദയം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ, മറ്റു പല വിധത്തിലുള്ള അസ്വസ്ഥതകളായ ഞങ്ങളുടെ ഹൃദയം ഭയപ്പെടുകയാണ്, അസ്വസ്ഥമാവുകയാണ്. കർത്താവെ, നീ ഞങ്ങളോട് പറഞ്ഞ വചനം 100% വിശ്വാസത്തോടെ തന്നെ അതിനെ ഞങ്ങൾ സമീപിക്കുന്നു. പക്ഷേ സാധിക്കുന്നില്ല കർത്താവെ. പലപ്പോഴും ഫിലിപ്പിയർ 4:7 കാണുന്നത് പോലെ എല്ലാ ബുദ്ധിവിദ്യകളെയും അതിശയിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കറിയാം കർത്താവെ, ഞങ്ങളുടെ അമിതമായ ചിന്തയും അമിതമായ ആകുലതകളുമാണ് സമാധാനം കെടുത്തുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആകുലപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല. പരിപൂർണമായി നിനക്ക് സമർപ്പിക്കുകയാണ് ഈ പ്രഭാതം, ഇന്നത്തെ ദിവസം മുഴുവനും. ബാഹ്യമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് പലപ്പോഴും ഞങ്ങളുടെ സമാധാനം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ക്രിസ്തുവേ, നീ ഈശോയെ, നീ ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട്, വിശ്വസിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോവുകയാണ്, പരാജയപ്പെട്ടു പോവുകയാണ്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ രാഹിത്യത്തെ നീ മാറ്റിത്തരണമേ. പലപ്പോഴും
ഞങ്ങളുടെ വിശ്വാസം പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യുന്നതായി മാറുകയാണ്. ലോകത്തിൻ്റെ സമാധാനം പോലെ തന്നെയാണ്. പെട്ടെന്ന് കുറേ സമാധാനം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ സമാധാനം പോകും. ഈശോയെ, നീ നൽകുന്ന സമാധാനം, നീ നൽകുന്ന വാഗ്ദാനം ശാശ്വതമായ സമാധാനമാണെന്ന് മനസ്സിലാക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു സമാധാനമാണ് നീ നൽകുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അത് സ്വീകരിക്കുവാൻ, അത് നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ പലപ്പോഴും ആകുലതകളും ഭയങ്ങളും ഉത്കണ്ഠകളും നിറയുന്നുണ്ട്. ചുറ്റുമുള്ള ലോകം അശാന്തി നിറഞ്ഞതാണ്. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളും ഈശോയുടെ അടുത്ത് വരാനായിട്ട് പലപ്പോഴും ഈശോയെ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അവിടുത്തെ തിരുസാന്നിധ്യത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭാരങ്ങൾ, വേദനകൾ, ആകുലതെല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, സാമ്പത്തികമായ ബന്ധങ്ങളെക്കുറിച്ചുള്ളത്, എല്ലാ രോഗങ്ങളെക്കുറിച്ചുള്ളത്, ആരോഗ്യത്തെക്കുറിച്ചുള്ളത്, എല്ലാ ഭാരങ്ങളും അവിടത്തേക്ക് സമർപ്പിക്കാം. ഈ തിരുസന്നിധിയെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ചിന്തകളെയും വികാരങ്ങളെയും അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് സമർപ്പിക്കാം. അവിടെ നിന്നെല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ എല്ലാ വിചാരങ്ങളും അവിടെ നിന്ന് അറിയുന്നുണ്ട്. അവിടുത്തെ സമാധാനം നമ്മളെ പൊതിയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഈശോയുടെ സമാധാനത്തിനായി തുറന്നു കൊടുക്കാം. കർത്താവേ, അതിന് സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ. ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സമാധാനം നൽകണമേ. കർത്താവേ, എല്ലാ ആകുലതകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ശാന്തമായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ലോകമെമ്പാടും വ്യാപരിക്കാൻ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളിലും അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. സമാധാനത്തിൻ്റെ കർത്താവായ ഈശോ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം ചൊരിയുന്നതിനും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ വസിക്കുവാനും ആ സമാധാനം മറ്റുള്ളവരെ പകരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ ഈശോയെ, ഇന്നലെ സംഭവിച്ച ആ വലിയ അപകടത്തെ, അഹമ്മദാബാദിൽ സംഭവിച്ച വലിയ ആ അപകടത്തിലൂടെ എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷയും എത്രയോ കുടുംബങ്ങളുടെ ആശ്രയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ കുടുംബത്തെ നീ സമാധാനത്തോടെ ചേർത്ത് പിടിക്കണമേ, ആശ്വാസം നൽകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേട്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല കർത്താവേ. അപ്പോൾ ആ കുടുംബങ്ങൾ എങ്ങനെ അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് അംഗീകരിക്കും? അങ്ങനെ ആ കുടുംബത്തിൽ സമാധാനത്തോടെ ആശ്വാസത്തോടെ അവർക്ക് ഇരിക്കാൻ സാധിക്കും? ദീപികാരുടെ നാഥ, കുടുംബത്തിന്മേൽ, കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. പക്ഷേ കർത്താവേ, ആ കുടുംബങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഒന്നും കുറയുവാനായിട്ട് അനുവദിക്കരുതേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ.